ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇൻ്റർനാഷണൽ രീതിയിൽ തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതെ, നമ്മൾ ഇനി ഇവിടുന്ന് യാത്ര ചെയ്ത് ബാംഗ്ലൂരോ കൊച്ചിയിലൊന്നും പോകാതെ എല്ലാ സോഫാസും എർഗണോമിക്കലി ഡിസൈൻഡാണ്. അതായത് ഒരാൾക്ക് ഇരിക്കുമ്പോൾ വളരെയധികം സമയം ഇരുന്നാലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. ഹാൻഡ് മെയ്ഡ് വരുന്ന ഐറ്റംസും അതേപോലെ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഓരോ ഫർണിച്ചറും ചെയ്തേക്കുന്നത്. വീട്ടിലെ ഇന്റീരിയർ ഡിസൈൻ ഇതിലേക്ക് മാച്ച് ചെയ്യിക്കുന്ന രീതിയിലേക്കായി മാറും. ഹായ് ഫ്രണ്ട്സ്, കേരളത്തിൽ പ്രീമിയം ബ്രാൻഡഡ് ക്വാളിറ്റി ഫർണിച്ചർ കിട്ടുന്ന ഒരു സ്ഥാപനം തന്നെയാണല്ലോ തിരുവനന്തപുരത്ത് നേമത്തുള്ള ലേ മാഗസിൻ ഫർണിച്ചർ. ഇന്നിതാ ഇറ്റാലിയൻ ലെതർ ബ്രാൻഡായ മിംഗ്ലറുമായി കൈകോർക്കുകയാണ് ലേ മാഗസിൻ. ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ടുള്ള ഫർണിച്ചറുകളുടെ വിശാലമായ കളക്ഷൻ തന്നെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂടെ സലീം ആലുക്കൽ. വെള്ളായണി ജംഗ്ഷനിൽ ഇങ്ങനെ ഒരു ഷോറൂം ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിപ്പം നമുക്ക് മനസ്സിലാകുന്നത്. ഫർണിച്ചറുകളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഫ്ലോറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീമിയം ഐറ്റംസ് മാത്രമാണ് കാണാൻ പറ്റുക. ഒരിക്കലും നമുക്ക് ഒരു മടുപ്പ് തോന്നിക്കുന്ന ഡിസൈൻ അതിനകത്ത് വരുന്നില്ല. സോഫകളാണെങ്കിലും ഡൈനിങ് ടേബിളുകളാണെങ്കിലും എല്ലാം പ്രീമിയം ലുക്ക്, പ്രീമിയം ഫാബ്രിക് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓരോ ഏരിയയിലേക്കും മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഫർണിച്ചറുകളാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ മൂന്നാമത്തെ ഫ്ലോറിലാണ് വന്നിരിക്കുന്നത്. ഡൈനിങ് ടേബിൾ, അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സോഫകൾ, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ, അതുപോലെ പ്രീമിയം ഫീൽ, പ്രീമിയം ലുക്ക്. ഈവൻ ഒരു ചെറിയ ചെയർ ആണെങ്കിൽ പോലും അതിനകത്ത് നമുക്കൊരു എലഗൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഹൈലൈറ്റ്. ട്രിവാൻഡ്രം നേമത്തെ ഈ ഒരു സ്പെഷ്യൽ ജംഗ്ഷനിലാണ് ഈ ഒരു സ്ഥാപനം ഉള്ളതെങ്കിലും ഈ ഒരു ഏരിയ മൊത്തം ഇതിൻ്റെ ഒരു ബ്യൂട്ടി കൊണ്ട് വേറെ ലെവലാകാൻ പോവുകയാണ്. അതിൽ ഏറ്റവും മുന്നോട്ടുള്ള സ്റ്റെപ്പായിട്ട് തന്നെ മയൂരിയുടെ ഈ ഒരു ലേ മാഗസിൻ നമുക്ക് കാണാൻ പറ്റും. നമ്മളിതാ ജസ്റ്റ് ഇനാഗുറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. മിംഗിളിതാ തിരുവനന്തപുരം സിറ്റിയെ ഭംഗിയാക്കിയിരിക്കുന്നു. സാധാരണ രീതിയിൽ തിരുവനന്തപുരം പോലെ ഒരു സിറ്റിയിൽ ഫർണിച്ചർ ഷോപ്പുകൾ ഒരുപാടുണ്ടാവും. പക്ഷേ മിംഗ്ലർ ഇവിടെ വരുമ്പോൾ നല്ല എലഗൻ്റായ എസ്തെറ്റിക് ആയ ഫർണിച്ചറുകളാണ് കാണാൻ പറ്റിയത്. സാധാരണ ഇവിടെ കണ്ടപ്പോൾ തോന്നിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ഇല്ല, ആദ്യം എനിക്ക് ഇമ്പ്രസ്ഡ് ആയത് എന്താണെന്ന് പറഞ്ഞാൽ മയൂരി എന്ന് പറഞ്ഞൊരു സ്ഥാപനം. അതെ, ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് 30 വർഷമായിട്ട് പ്രവർത്തിക്കുക. നമ്മുടെ 30 വർഷമായിട്ട് പാരമ്പര്യമായിട്ടുള്ള ഒരു സ്ഥാപനം തിരുവനന്തപുരത്ത് അവരെ പ്രവർത്തനം ആരംഭിച്ചെന്നുള്ളത് നമുക്ക് പോലും അറിഞ്ഞൂടായിരുന്നു. അതൊരു എനിക്കത് കിട്ടിയ ഒരു ഇൻഫർമേഷനാണ്. നമ്മുടെ സാറിന് ഇതിലെ പാസ് ചെയ്ത് പോകുമ്പം കുറേ എല്ലായിടത്തും ഫർണിച്ചർ ഷോപ്പുണ്ട്. അതുപോലെ ഒരു ഫർണിച്ചർ ഷോപ്പിന് മാത്രമേ മനസ്സിൽ കണ്ടുള്ളൂ. ഈ മിംഗ്ലറിൻ്റെ ഒരു കാര്യത്തിന് മിംഗ്ലർ ലിവിങ്ങിൻ്റെ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ടാണ് നമ്മളിന്ന് വന്നത്. അപ്പോൾ അതിൽ ഞാൻ കണ്ട ഒരു കാര്യം, മിംഗ്ലർ ലിവിംഗ് എന്ന് പറഞ്ഞ കമ്പനി ഞാൻ ചോദിച്ചു, അവർ 2 years ആയിട്ട് 25 ഔട്ട്ലെറ്റായി. അപ്പോൾ 25 ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് നിസ്സാര കാര്യമാണ്. അപ്പോൾ പ്രോഡക്റ്റ് നന്നായിരുന്നാലേ ഔട്ട്ലെറ്റ് വരും. അവർ തിരുവനന്തപുരം ചൂസ് ചെയ്തത് തന്നെ വലിയൊരു കാര്യം. അപ്പോൾ തിരുവനന്തപുരത്തിന് ഉണ്ടായിരുന്ന ഏറ്റക്കുറച്ചിൽ ഈ ഫേണിച്ചറിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മയൂരിയും മിംഗ്ലറും അത് തീർക്കുന്നതായിരിക്കും. ഒരു ലക്ഷറിയസ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഇൻ്റർനാഷണൽ രീതിയിൽ തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടുന്ന് യാത്ര ചെയ്ത് ബാംഗ്ലൂരോ കൊച്ചിയിലൊന്നും പോകാതെ എനിക്കൊന്നും നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ഇവിടെ ലഭ്യമാകും. തീർച്ചയായിട്ടും ഇവിടെ സോഫകളാണെങ്കിലും ഡൈനിങ് ടേബിൾ ആണെങ്കിലും സ്പെഷ്യൽ സിറ്റിങ്ങുകളാണെങ്കിലും നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല ഡിസ്പ്ലേ ഉണ്ട്. കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇല്ല, നമുക്ക് താഴെ കയറിയപ്പോൾ ഞാൻ താഴെയാണ് നമ്മൾ ആദ്യം കയറുന്നത്. അത് വേറൊരു മയൂരിയുടെ ഒരു പ്രോഡക്റ്റ്. അപ്പോൾ നമ്മളത് കണ്ട് നമ്മൾ വരുമ്പോൾ അടുത്ത ഫ്ലോറിൽ പോയി കാണാനായിട്ട് തോന്നും. അപ്പോൾ നമ്മൾ ലിഫ്റ്റ് കയറിയുകൊണ്ട് 4ാമത്തെ ഫ്ലോറിൽ വന്നു, മിംഗ്ലറിൻ്റെ ആയതുകൊണ്ട്. അപ്പോൾ നമ്മൾ താഴത്തെ ഫ്ലോറിലൊക്കെ ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് ആണെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഓരോ ഫ്ലോറിലും യൂണിക്നെസ് ഉള്ള പ്രോഡക്ട്സ് ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്തെ ആൾക്കാർ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ ഭാഗത്ത് ഞങ്ങൾ ട്വാനം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, വികസനം നടത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എല്ലാ രീതിയിലുള്ള പ്രോഡക്ട്സ് ഇവിടെ വേണം. അതിലൊരു ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ് ഫേണിച്ചർ. അത് ഒരു കുറവുണ്ടായിരുന്നു, അതിപ്പം നികത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. പലർക്കും ഉണ്ടാകുന്ന ഒരു ആശങ്ക നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഫേണിച്ചർ ആ ഡിസൈനിന് മാച്ച് ആവുമോ എന്നുള്ളതാണ്. ഇവിടെ കണ്ടില്ലേ, ഓരോ ഏരിയയിലേക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനുകളാണ് ഇവിടെ കാണുന്നത്. ഒരിക്കലും നിങ്ങളുടെ ഇൻറ്റീരിയറിന് മാച്ച് ആവാത്ത ഒരു പ്രൊഡക്റ്റ് ഇവിടെ ഇല്ല എന്ന് പറയണം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇവിടെയുള്ള ഡൈനിങ് ടേബിളുകളുടെ ഡിസൈൻ. ഇത് വുഡൻ ലെഗിൽ വരുന്നുണ്ട്, അതുപോലെ മെറ്റൽ ലെഗിൽ വരുന്നത് നമുക്ക് സെപ്പറേറ്റ് തന്നെ കാണാൻ പറ്റും. അതുപോലെ സോഫകളുടെ കളർ കോമ്പിനേഷൻ, അതിലുപയോഗിച്ചിരിക്കുന്ന ലെതറുകൾ, അതൊക്കെ ഹൈലൈറ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു സിറ്റിംഗ് കണ്ടില്ലേ, ഗ്രീൻ കളറാണ്, അതിലേക്ക് മാച്ച് ചെയ്യുന്ന ഒരു വുഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളങ്ങ് സെലക്ട് ചെയ്തപ്പോൾ വീട്ടിലെ ഇൻറ്റീരിയർ ഡിസൈൻ ഇതിലേക്ക് മാച്ച് ചെയ്യിക്കുന്ന രീതിയിലേക്കായി മാറും.
ഡിഫറെൻറ്റ് ഡിസൈൻ ആണ്, ഡിഫറെൻറ്റ് മെറ്റീരിയലാണ്. ഇപ്പോൾ ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകളാണ്. ഇങ്ങനെ ഡിസൈനുകൾ തിരഞ്ഞു നടന്ന് അത് സെലക്ട് ചെയ്യുന്നതിൽ മയൂരിയും ലേ മാഗസിനും മുന്നിൽ തന്നെയാണ്. ക്ലാസിക് ഫർണിച്ചറുകൾ എന്ന് പറഞ്ഞാൽ വീടിനെ വേറെ ലെവലാക്കാം, ഒരു റിച്ച് ഫീല് കിട്ടുന്നതിന് കാരണമാകാം. അതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന വുഡാണ്. ഇവിടെ കണ്ടില്ലേ, വുഡ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു ക്ലാസിക് ഫീല് വേണം, അതുപോലെ ക്വാളിറ്റിയുള്ള വുഡ് വേണം. അതെല്ലാം ശ്രദ്ധിച്ച് ചെയ്തിരിക്കുന്ന ഫേർണിച്ചറുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ കണ്ടില്ലേ, നല്ലൊരു സോഫ മോഡേൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിലേക്ക് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ടേബിൾ തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പർച്ചേസ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ടേബിൾ വേറെ തിരയേണ്ട ആവശ്യമില്ല, ഇതൊരു പാക്കേജ് ആയിട്ട് അങ്ങ് പർച്ചേസ് ചെയ്താൽ മതി. പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള പ്രീമിയം ഫർണിച്ചറുകൾ കാണിക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് മെൻഷൻ ചെയ്യാറില്ല. അപ്പോൾ നിങ്ങൾ സ്വാഭാവിക കമൻറ്റിൽ ചോദിക്കാം, എന്താ പ്രൈസ് പറയാത്ത. നമുക്കറിയാം പ്രീമിയം ഫർണിച്ചറുകളാണ്, ഡിഫറെൻറ്റ് ഡിസൈനാണ്. ഓരോന്ന് പറഞ്ഞ് തീരുകയാണെങ്കിൽ ഈ വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൻ്റെ മാത്രം പ്രൈസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ നമുക്കും മനസ്സിലാവില്ലല്ലോ. കാരണം ഓരോരുത്തർക്കും ഓരോന്നാണ് ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്കൊരു സ്പെഷ്യൽ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ സോഫയുടെ ഒക്കെ പ്രൈസ് അങ്ങനെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരും. നമ്മുടെ കൂടെ സുനിൽ സാറാണുള്ളത്. ആക്ച്വലി മിംഗ്ലർ എന്താണ്? മിംഗ്ലർ ബേസിക്കലി ലക്ഷറി ഫർണിച്ചർ ബ്രാൻഡാണ്. നമ്മൾ പൊതുവേ നമ്മുടെ ഇപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഒത്തിരി ആൾക്കാർ, ലോട്ട് ഓഫ് പീപ്പിൾ ആർ ബൈയിങ് ലക്ഷറി ഫർണിച്ചർ, അതായത് ലെതർ ഫർണിച്ചർ എല്ലാം മേടിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും കേരളത്തിന് പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള പുറത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് കൂടുതൽ ആൾക്കാരും മേടിക്കുന്നത്. ചൈനയിൽ നിന്ന് വരെ ഫർണിച്ചർ മേടിക്കുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇങ്ങനെയുള്ളതിന് നമ്മൾ വിചാരിക്കും നമ്മുടെ തൊട്ടടുത്ത് ഒരു നല്ല പ്രോഡക്റ്റ്, നല്ല ലെതർ ഫർണിച്ചർ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അത് ആൾക്കാർ മേടിക്കും. അപ്പോൾ അതിനുള്ളൊരു അവസരമാണ് നമ്മളിപ്പോൾ മിംഗ്ലർ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മിംഗ്ലറിന് ഇപ്പോൾ നമ്മൾ സൗത്ത് ഇന്ത്യ മുഴുവൻ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. ഈ അടുത്ത് ഇപ്പം നമ്മൾ ലേ മാഗസിനിൽ ട്രിവാൻഡ്രത്തുണ്ട്. അപ്പം ട്രിവാൻഡ്രത്തുള്ള എല്ലാ ആൾക്കാർക്കും ഒരു ഡിസൈനർ ഫർണിച്ചർ മേടിക്കാൻ, അതും ലെതറിൽ. ഈ ലെതർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ പലരും കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടെങ്കിലും ഇത് ഹൈ ക്വാളിറ്റി, ഫോർ എക്സാമ്പിൾ 1.6, 1.8 mm തിക്കുള്ള വരെയുള്ള ലെതറൊക്കെ ഉപയോഗിച്ചുള്ള ഫർണിച്ചറാണ്. പിന്നെ ഇതിൻ്റെ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാധാരണ ഇപ്പം ഇവിടെ ഉള്ള നമ്മുടെ ഫ്ലാറ്റ്സ് ആണെങ്കിലും നമ്മുടെ വീടുകളിലെ ലിവിങ് റൂമുമായിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലായിരിക്കും നമ്മൾ സോഫാസ് ചെയ്തിരിക്കുന്നത്. എല്ലാ സോഫാസും എർഗണോമിക്കലി ഡിസൈൻഡാണ്. അതായത് ഒരാൾക്ക് ഇരിക്കുമ്പോൾ വളരെയധികം സമയം ഇരുന്നാലും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. ഇത് കൂടാതെ വളരെ വളരെ ട്രെൻഡി ആയിട്ടുള്ള ഡൈനിങ് സെറ്റും ചെയർസും എല്ലാം മിംഗ്ലറിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇത് കിട്ടുന്ന സ്ഥലമൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവില്ല, എവിടെയാണ് കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. എസ്പെഷ്യലി ഇന്ന് ഓൺലൈനിലൂടെ ഫർണിച്ചർ സെലക്ട് ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ അവർക്ക് അതുപോലുള്ള പ്രൊഡക്റ്റുകൾ ലൈവായിട്ട് വന്ന് ടച്ച് ആൻഡ് ഫീൽ ചെയ്ത് പർച്ചേസ് ചെയ്യണമെന്നാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. 100% അഗ്രി വിത്ത് യു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫർണിച്ചർ എന്ന് പറയുന്ന അയാളുടെ ഒരു ഡ്രീമാണ്. ഒരിക്കലും എല്ലാവരും എപ്പോഴും പോയി ഫർണിച്ചർ മേടിക്കില്ല. അപ്പം നമ്മൾ മറ്റുള്ള ചില ചെറിയ സാധനങ്ങൾ മേടിക്കുന്ന പോലെ ആയിരിക്കരുത് ഒരിക്കലും ഫർണിച്ചർ. കാര്യം നമ്മുടെ വീടുമായിട്ട് മാച്ച് ചെയ്യണം, നമ്മുടെ ടേസ്റ്റുമായിട്ട് മാച്ച് ചെയ്യണം, നമ്മുടെ ഒരു ഡ്രീം കംപ്ലീഷൻ ആയിട്ടുള്ള രീതിയിലായിരിക്കണം ഫർണിച്ചർ മേടിക്കുന്നത്. തീർച്ചയായിട്ടും അവർ നേരിട്ട് വരട്ടെ. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. നമ്മൾ ഒരുപാട് ഫർണിച്ചർ ഡിസൈനുകൾ പരിചയപ്പെടുത്തി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇതിൻ്റെ ഓരോന്നിൻ്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഷോറൂം സന്ദർശിക്കാം. മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെയാണ്. തിരുവനന്തപുരം നേമം വെള്ളായിനി ജംഗ്ഷനിലാണ് ഈ ഒരു സ്ഥാപനമുള്ളത്. ഈ 5 നിലകളിലായിട്ട് കിടക്കുന്ന വിശാലമായിട്ടുള്ള ഫർണിച്ചർ കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ ഇനി വരാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.